Praise the Lord. കർത്താവ് കൂടെ ഇരുന്ന് എല്ലാം ഭംഗിയാക്കി നടത്തട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അതിരാവിലെ തിരുസന്നിധിയിൽ വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ഈ ജീവനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മത്തായി സാറിനെ ആ ദർശനം നൽകി കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തീകരിക്കുന്നു. കാനഡയുടെ പ്രദേശത്ത് 7:30 മണി രാത്രി സമയമാണ്. പ്രിയദാസൻ അവിടെ ഇരുന്നുകൊണ്ടും, അതാണ് പ്രിയദാസന്റെ നാവിൽ പലപ്പോഴും പറയുന്നൊരു വാക്കാണ് കൊതിയോടുകൂടെ എന്നുള്ളത്. ദൈവത്തിന്റെ വേല കൊതിയോടുകൂടെ ചെയ്യുന്ന പ്രിയദാസനോട് ഒപ്പം നിൽക്കുവാൻ അനേകരെ ഒരുക്കട്ടെ. ശുശ്രൂഷ സ്ഥലങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം ആഴമായി സംസാരിപ്പാൻ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒറ്റ വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അവിടെ ഞങ്ങൾ ഇടപെടണമേ. തുടർന്ന് വചനത്തിലുള്ളതായ അല്പസമയം ഓരോ നിമിഷവും അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാനല്ല, അവിടുത്തെ ശബ്ദം കേൾക്കുവാനൊക്കെ സ്വർഗത്തിൽ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തോട് ഇടപെടണമേ. അവിടുത്തെ വാചനം ക്രിയ ചെയ്ത് കർത്താവെ മാത്രമേ അവിടെ സന്നിധിയിലേക്ക് മടങ്ങിയുള്ളല്ലോ. കർത്താവെ, ഇത് പകൽക്കാലം രോഗികളെ സൗഖ്യമാക്കണം, പ്രശ്നങ്ങളായിരിക്കും വിടുവിക്കണം, വലിയ അനുഗ്രഹത്തിന്റെ പകൽക്കാലമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം സമകാലിക അനർത്ഥ സംഭവങ്ങളും ദൈവിക മുന്നറിയിപ്പ്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിൻ്റെതായ വാണിങ് ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. കാരണം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്ന ഓരോ ദിവസവും ലോകത്തിൽ ദൈവം വാൺ ചെയ്തിട്ടുണ്ട്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ നോക്കിയാൽ മതി ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അതുകൊണ്ട് അതിനെ നാം മനസ്സിലാക്കുന്നവരായി തീരണം. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇസ്രയേലിൻ്റെതായ ടുഡേസ് അപ്ഡേറ്റ്, ഇംപെൻഡിങ് ഡേഞ്ചർ ഓഫ് വാർ ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് ഗോഡ്, ഇസ്രയേൽ ആൻഡ് ഇറ്റ്സ് എനിമീസ്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് രാത്രിയിലൊക്കെ നമ്മൾ കണ്ടതായ കാര്യങ്ങൾ, ഒരു യുദ്ധം പൊട്ടി പുറപ്പെടുവാൻ്റെ ഒക്കെയുള്ള സാധ്യതയുള്ളതായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് എന്താണ് ദൈവം നമ്മെ വിടുവിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ജനമാണ് ഇസ്രയേൽ. അതുകൊണ്ട് സങ്കീർത്തനം നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട സങ്കീർത്തനത്തിലും എന്താണ് ഇസ്രയേലിന് വരുന്നതായ പ്രയാസങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി. 2-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റ് അധിപതികൾ തമ്മിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇസ്രയേലിനെ നശിപ്പിക്കേണ്ടത്. കൂടെ നിൽക്കാനായിട്ട് ഹൂതികളുണ്ട്, ഹിസ്ബുള്ള ഉണ്ട്, പിന്നെ എന്താണ് ഇറാൻ മൊത്തമായിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്കറിയാം, യമന്റെ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തി. അവിടുത്തെ ഓയിൽ ടാങ്കറുകളൊക്കെ കത്തുന്ന പടം നാം കണ്ടു. എല്ലാവരും കൂടെ ചേർന്ന് ഇസ്രയേലിനെ നശിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാത്തവരായിട്ട് നാം ഇരിക്കരുത്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലായിടങ്ങളിലും ലോക സംഭവങ്ങളെ കുറിച്ച് അറിയാനുള്ള വാർത്താ മാധ്യമങ്ങളുണ്ട്. നെറ്റ്വർക്കിൽ കൂടെ നമുക്കറിയാം, പേപ്പറുകൾ കൂടെ നമുക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കും. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതുകൊണ്ട് ലോക സംഭവങ്ങളെ ഓർത്ത് നമ്മൾ ദിവസം തോറും പ്രാർത്ഥിക്കണം. രാവിലെ തോറും കൂടുമ്പോൾ നമ്മുടെ വിഷയമാണ്, നമ്മുടെ ചുമതലയാണ് എല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ. നമ്മുടെ ശുശ്രൂഷ ഇപ്പൊ EGM-ന്റെ ബാനറിൽ നമ്മൾ കൂടി നിൽക്കുമ്പോൾ EGM-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ലീഡർഷിപ്പിലായിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് അവർക്ക് ആരോഗ്യം വേണം, സൗഖ്യം വേണം, അവർ ക്ഷീണിച്ചു പോകരുത്, ഓരോ ദിവസം ബലപ്പെട്ടു വരണം. കഴിഞ്ഞ ദിവസം ഉള്ള തിങ്കളാഴ്ചത്തെ മത്തായി സാറ് നടത്തിയതായ ബൈബിൾ സ്റ്റഡി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചാർട്ടുകളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് രാവിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രിയദാസൻ കൊടുത്തിരിക്കുന്ന തീക്ഷ്ണത അത് എല്ലാവർക്കും വേണം. തീക്ഷ്ണതയുള്ളവരായിത്തീരണം. പൗലോസ് തീക്ഷ്ണതയുള്ളവനായിത്തീരണം. അതുകൊണ്ട് ഉദാസീനതയോടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവരായി തീരും. ദൈവം പറയുന്നു, ഉദാസീനതയോടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരല്ല, അവർ ശപിക്കപ്പെട്ടവരെന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിന്റെ വേല ഉദാസീനതയോടെ ആകരുത്. ദൈവത്തിന്റെ കൂടി വരുമ്പോൾ, രാവിലെ കൂടി വരുമ്പോൾ എപ്പോഴായിരുന്നാലും അതുപോലെ ഓരോ ദിവസവും നമ്മുടെ 24 മണിക്കൂറത്തെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതിനുവേണ്ടി നമ്മളെ ഇവിടെ വെച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നവരായിത്തീരും. അതുകൊണ്ട് തന്റെ ജനത്തിനെതിരായിട്ട് രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചിക്കുന്നു. എന്നിട്ട് അവരെന്താ പറയുന്നത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളാ. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്നതിന് എന്താ ചെയ്യുന്നത്? ദൈവജനത്തിനെതിരെ എവിടെ അറ്റാക്ക് വരുന്നോ
അവിടെയാണ് ദൈവം ചിരിക്കുന്ന രേഖപ്പെടുന്നത്. രണ്ടിടത്തായിട്ട് ദൈവം ചിരിക്കുന്ന വേദത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം ചിരിക്കുന്ന വേറെ ഒരു സമയത്തുമല്ല. തൻ്റെ മക്കൾക്കെതിരായിട്ട് ശത്രു കരുക്കളെ ഒക്കെ ഒരുക്കുന്ന ആ സമയത്ത് ദൈവം ചിരിക്കുക. കാരണം ഞാൻ പ്രതികാരം ചെയ്യും. എൻ്റെ കുഞ്ഞിനെ തൊടുവാൻ, എൻ്റെ കൂട്ടായ്മയെ തൊടുവാൻ, എൻ്റെ സഭയെ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദൈവം ചിരിക്കുന്ന സമയമാണ്. ഇന്ന് പകൽക്കാലം നമ്മളിവിടെ കൂടിയിരിക്കുമ്പോഴും എന്തെങ്കിലും ശത്രു ആരുടെയെങ്കിലും ജീവിതത്തിനെതിരായിട്ട് കരുക്കൾ കൂട്ടുന്നുണ്ടെങ്കിൽ ദൈവം ചിരിക്കുക. എന്താണ്? ദൈവം നമ്മെ രക്ഷിക്കാൻ പോകും. അതുകൊണ്ട് ദൈവത്തോട് കൂടെ നമ്മൾ നിൽക്കണം, ദൈവത്തോട് സഹകരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനായിട്ട് ഞാനും നിങ്ങൾ സഹകരിക്കണം. അതുകൊണ്ട് ദൈവരങ്ങൾ ഏൽപ്പിച്ചോടും. നാമായിട്ടൊരു ആക്ഷൻ എടുക്കാതെ ദൈവം പ്രവർത്തിക്കുവാൻ. അതുകൊണ്ട് കർത്താവ് പറയുന്ന പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യും. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം. അതും ഈ പ്രതികാരം എന്ന് പറയുന്നത് മനുഷ്യരോടല്ല, മനുഷ്യരുമായിട്ട് നമുക്കൊരു പ്രതികാര കാര്യമില്ല. അവിടെ മനുഷ്യരിലേക്ക് നമ്മൾ താണു പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ പ്രതികാരം ആരാണ് പ്രവർത്തിക്കുന്ന? പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മ സേനകളോട് ദൈവം പ്രതികാരം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവിന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണം. അത് നമ്മൾ എന്നും പ്രാർത്ഥിക്കുക. കാരണം ദുഷ്ടൻ രക്ഷിക്കുന്ന കർത്താവാണ്. നമുക്ക് അതിനുള്ള കഴിവില്ല, ദൈവം നമുക്ക് ശക്തി തരും. അതുകൊണ്ട് സർവായുധ വർഗം ദൈവം നമ്മെ ധരിപ്പിക്കുക. അതുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകള, സ്വർഗത്തിൽ വസിക്കുന്ന ചിരിക്കുന്ന കർത്താവ് അവരെ പരിഹസിക്കുന്നു. ചിരിക്കുക മാത്രമല്ല, പരിഹസിക്കുക. അതുകൊണ്ട് ഇസ്രയേലിനെതിരായിട്ട് എഴുന്നേറ്റ് വരുന്ന സകലരെയും നശിപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അവർക്കറിയാം എത്രയെത്ര ആയിരക്കണക്കിന് സംഭവങ്ങളാണ് നടക്കും. മാത്രമല്ല ഇസ്രായേൽ ജനവും പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവം നീതിമാനാണ്, എല്ലാവരോടും നീതിമാനാണ്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കും. ഇസ്രായേൽ തങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യണം. ഇസ്രായേലിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ കഠിനമായ മുറിവേൽപ്പ് അവർക്ക് ഏൽക്കേണ്ടി വന്നു. എന്നാൽ അവരെ ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല, തള്ളിക്കളയുകയുമില്ലെന്ന് ദൈവം കൈ ഉയർത്തി സത്യം ചെയ്ത കാര്യമാണ്. ഇങ്ങോട്ട് ഓർത്തു വേണം. എന്നിട്ട് സ്വർഗത്തിൽ വസിക്കാൻ ചിരിക്കുന്നു, അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കും. അതുകൊണ്ട് ദൈവം പ്രതികാരം ചെയ്യുവാനും ദൈവം പ്രവർത്തിക്കാനുള്ള വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ തൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അതും നടക്കാൻ പോകുന്ന കാര്യമാണ്. 1000 ആണ്ട് വാഴ്ച എവിടെയാണ് നടക്കാൻ പോകുന്നത്? യെരൂശലേമിലാണ്. ഇന്ന് ഡോം ഓഫ് ദ റോക്ക് ഉള്ളതായ ആ വലിയ എന്താണ് മുസ്ലിം ദേവാലയം ഉള്ളതായ അതെല്ലാം നീക്കപ്പെടണം. അവിടെയാണ് കർത്താവ് അവിടെ സിംഹാസനം സ്ഥാപിക്കാൻ പോകുന്നത്. അവിടെ എല്ലാം പുതുക്കിയിട്ട് ദൈവം അവിടെ ഇരുന്ന് വാഴാൻ പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ട്. രാപകൽ ദൈവത്തിന്റെ ദൃഷ്ടി എവിടെ ഉണ്ട്? ഇസ്രായേൽ സ്ഥലത്ത് ചെന്നാൽ തന്നെ നമുക്കറിയാം ദൈവ സാന്നിധ്യം കൊണ്ട് ദൂതന്മാരുടെ കാവൽ എപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തന്റെ രാജാവ് വാഴുവാനുള്ള സ്ഥലമാണ് യെരൂശലേം. അതുകൊണ്ട് യെരൂശലേമിന് നേരെ ആര് കരം ഉയർത്തിയാലും അവർ കഠിനമായി മുറിവേൽക്കും. ആകട്ടെ, പിന്നീട് ഓരോ ദിവസവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇന്നലത്തെ വാർത്തയിൽ വായിച്ചെന്താണ്? നമ്മുടെ ജയശങ്കർ പ്രവചിച്ചിരിക്കുക, വരുന്ന 5 കൊല്ലം ഭയാനകമായിരിക്കുന്നു. എന്നിട്ട് അതിന്റെ ടൈറ്റിൽ എന്താണ്? കർമ്മ ന്യൂസിൽ കൊടുത്തതാണ്, ലോകാവസാനം എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചിന്തിച്ചിട്ടുണ്ട്. അതായത് എല്ലായിടത്തും എല്ലാവർക്കും ഇപ്പൊ അറിയാം എന്താണ്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. വ്യക്തമായിട്ട് പറയുന്നത് ലോകാവസാനത്തിന്റെ കാലഘട്ടം. അനേകരും നമ്മൾ കേൾക്കുന്നു, ഇല്ല ജാതികൾ നമ്മൾ കേൾക്കുന്നു. എന്നിട്ട് പറയുന്നു വരുന്ന 5 കൊല്ലം ഭയാനകമാണെന്ന്. നമുക്കറിയാമല്ലോ, ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നമുക്കറിയാം. അദ്ദേഹം എന്താണ്, എല്ലാം കാര്യമായുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് 5 കൊല്ലത്തിൽ വലിയ സംഭവങ്ങൾ നടക്കും. അതുപോലെ ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തെരുവിൽ നടക്കുന്ന ജാഥായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതുപോലെ ഇറാൻ റിജക്ട്സ് കോൾ ഫോർ റിസ്ട്രെയിൻറ്റ്. ഇറാനോട് മറ്റു രാജ്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യരുത്, റിസ്ട്രെയിൻ ചെയ്യണം, നിങ്ങൾ സംയമനം പാലിക്കണം. എന്നാൽ അതിന്റെ മെയിനായിട്ടുള്ള ആയത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഭയന്നിരിക്കുകയാണ് എല്ലാവരും. അല്ലെങ്കിൽ ഭയന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലും കൂടെ നിൽക്കുന്നതായ സ്റ്റേറ്റ്സും എല്ലാവരും, അമേരിക്ക, എല്ലാ രാജ്യങ്ങളും എന്താണ് ഇനി എന്തോ സംഭവിക്കും? UN വോയിസ് ഒന്നും കേൾക്കുന്നില്ല. വല്ലാത്ത സംഭവങ്ങൾ കൂടെയാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് യുദ്ധം ഈ 24 മണിക്കൂറിൽ നടക്കാമെന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ ഇപ്പോൾ പൽക്കാലത്തായിരിക്കും. മാത്രമല്ല റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, യുക്രൈൻ അർജസ് റഷ്യ ടു അക്സെപ്റ്റ് ജസ്റ്റ് പീസ്, സമാധാനം അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ റഷ്യയോട് പറഞ്ഞിരിക്കുക. പക്ഷെ അത് കേൾക്കുന്നില്ല, സംഭവങ്ങൾ നടക്കുന്നു. അതുപോലെ രേഖപ്പെടുത്തി വായിക്കുന്നു, യൂറോപ്പിൻ്റെതായിട്ടുള്ളതായ എന്താണ് താക്കീത് തള്ളി ഇറാൻ ഇസ്രയേലിന് പടക്കപ്പലൊരുക്കി അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ, സബ്മറൈൻസ് എല്ലാം വന്ന് നിൽക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി. ഓരോ പ്രാവശ്യമൊക്കെ ഇത് ചുറ്റുപാടും നടക്കുമ്പോൾ ഞാനും നിങ്ങളും വിചാരിക്കരുത് ഇത് അപ്പുറത്ത് നടക്കുന്നതാണ്.
അത് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥന, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അനേകർ കൂടുമ്പോൾ ഇതിനൊന്നും സമയം ലഭിക്കുകയില്ലായിരിക്കും. എന്നാൽ ഒന്ന് ജനറലായിട്ട് ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരവരുടെ പ്രാർത്ഥനയെ ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിയിൽ നിൽക്കണം. എന്നിട്ട് അടുത്ത ഒരു ന്യൂസ്, മുല്ലപ്പെരിയാർ മോദിയുടെ ഇടപെടൽ. ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ മോദി ഇടപെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ. അത് മുല്ലപ്പെരിയാറിനെ പറ്റി നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ടെന്ന് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞല്ലോ. അനർത്ഥം വരുന്നതിന് മുമ്പേ അതിൻ്റെതായ ലക്ഷണങ്ങൾ വരുമ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്താണ്, ലോക സംഭവങ്ങൾ, സമകാലിക സംഭവങ്ങൾ, അത് നമുക്കുള്ളതായ വലിയ വാണിംഗ് ആണെന്ന് നാം മനസ്സിലാക്കും. രണ്ടാമതായി, അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അന്ത്യകാലത്താണ് ഞാനും നിങ്ങളുമായിരിക്കും. നമുക്ക് സുപരിചിതമായ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവചനം കൊണ്ട് നിറഞ്ഞതാണ്. എന്താണ്, പഴയ നിയമവും പുതിയ നിയമവും, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരിൽ കൂടെ, കർത്താവിൽ കൂടെ വരുവാനുള്ള സംഭവങ്ങളെ, ഇന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയും, നമുക്കറിയാവുന്ന ഭാഗം. എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഓരോ ദിവസവും ചെല്ലണം. വാക്യങ്ങൾ എടുത്തു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഊവെന്നും ആമേനും ആകുന്നു. അതുകൊണ്ട് വാഗ്ദത്തങ്ങളെ അവകാശമാക്കി ദൈവം വചനത്തിൽ എന്തോ പറയും. വചനമാണ് നമ്മുടെ അടിസ്ഥാനം. വചനപ്രകാരം പ്രാർത്ഥിക്കണം. ഈ പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ പ്രാർത്ഥിച്ചത് വചനപ്രകാരമാണ്. അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനല്ല, എന്തെങ്കിലും ഭംഗി വാക്ക് പറയാനല്ല. വേർഡ് ഓഫ് ഗോഡ് ഇസ് ദി അതോറിറ്റി. അതുകൊണ്ട് ദൈവവചനമാണ് അടിസ്ഥാനം. വചനപ്രകാരം എന്ത് ചോദിച്ചാലും, ദാനിയേൽ അറിയാമായിരുന്നു, ഇനി 70 ആഴ്ചവട്ടം എന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ ദാനിയേലിന് കൊടുത്ത ദർശനം, എന്നാൽ എപ്പോഴത്തേക്കാണ് ഈ വിടുതൽ വരാൻ പോകുന്നുള്ളത് അറിഞ്ഞിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയെല്ലാം ദൈവവചനപ്രകാരമായിരിക്കണം. അത് തിമോഥെയോസിൽ പറഞ്ഞു അന്ത്യകാലത്ത്. അതുകൊണ്ട് നമുക്കറിയാം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. ഒന്നാമത് ദുർഘട സമയത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രണ്ടാമത് മനുഷ്യർ സ്വസ്നേഹികൾ. ഇന്ന് കാണുന്നത് സ്വസ്നേഹം. ഈ ലിസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഈ വചനം നമ്മൾ മനസ്സിലാക്കി അതിൻ പ്രകാരം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം വിടുതലായിരിക്കും. മനുഷ്യർ സ്വസ്നേഹികൾ. ഇന്ന് എല്ലാ മനുഷ്യർക്കും പറ്റിയിരിക്കുന്ന സ്വഭാവമാണ്. ലോക ചരിത്രത്തിൽ ഇത്രയും സ്വാർത്ഥതയുള്ളവരും സ്വസ്നേഹികളും ഇല്ലായിരുന്നു. അവരവരുടെ കാര്യം നേടാൻ വേണ്ടിയാണ് ഏത് സ്ഥാനത്തിരിക്കുന്നവരും എന്തും ചെയ്യുന്നത്. മറ്റുള്ളവൻ മരിച്ചാലും നശിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്ന് ചിന്തിക്കുന്നവരാണ് കോർപ്പറേറ്റ് ബിസിനസ്സുകാർ. മറ്റുള്ളവരെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ തങ്ങളുടെ കാര്യം നടക്കണം, ഒടുവിൽ അവരും അങ്ങ് നശിച്ചു പോകുന്ന അനുഭവം നമുക്ക് കാണാൻ പറ്റുന്നത്. ഏത് ശത്രുവിന്റെ പ്രവൃത്തി അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ സ്വസ്നേഹികളായി തീരും, ദ്രവ്യാഗ്രഹികൾ. ഇന്ന് മനുഷ്യന് വേണ്ടുന്ന പണമാണ്. എന്താണ്, എനിക്കും കിട്ടണം പണം എന്നുള്ളതായ ചിന്തയിലാണ്. എന്നാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. എന്താണ്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലോ അവന്റെ മേൽ ഇട്ടുകൊള്ളും. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം വിട്ട് ദൈവജനം ഓടണം. ഇന്ന് സമ്പാദിക്കുവാനാണ് മനുഷ്യർ ശ്രമിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഗൾഫിന്റെ പ്രദേശത്തൊക്കെ ആയിരുന്നിട്ട് അനേക കോടികൾ സമ്പാദിച്ചവർ ആരുടെയും പേര് എഴുതി വെക്കാഞ്ഞതുകൊണ്ട് അതെല്ലാം എന്താണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്. ആരും അനുഭവിക്കാൻ കഴിയാതെ. അതുകൊണ്ട് പണത്തോടുള്ള ആഗ്രഹം മനുഷ്യൻ മാറ്റിവെക്കണം. ദൈവം നടത്തും. കരുതുവാൻ കഴിവുള്ളവരാണ് പിന്നെ വമ്പ് പറയുന്നത് എന്തൊരു പൊങ്ങച്ചമാണ് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ. പൊങ്ങച്ചമെല്ലാം ഇതൊക്കെ നിർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതം ഉണ്ടാകുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും, എന്നെ അനുഗമിപ്പില്ല. കർത്താവിന്റെ കാൽച്ചോട് വേണം ഞാനും നിങ്ങളും അനുഗമിപ്പാൻ. കർത്താവ് എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കണം. കർത്താവ് എങ്ങനെ സംസാരിച്ചു അതുപോലെ സംസാരിക്കണം. കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചു അതുപോലെ പ്രവർത്തിക്കണം. ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് ചെയ്യിച്ചത് അതാണ്. ഞാനും നിങ്ങളും ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശിഷ്യത്വത്തിലേക്ക്. വി ആർ ദ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. എന്നെ അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിക്കണം. എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിക്കണം. അല്ലാത്തവരൊന്നും കർത്താവിനെ അനുഗമിപ്പാൻ യോഗ്യതയുള്ളവരല്ല ദൈവം പറയും. അതുകൊണ്ട് യോഗ്യരായിത്തീരണം. ദ്രവ്യാഗ്രഹികളായിത്തീരുന്നത്, വമ്പ് പറയുന്നവരായിത്തീരുന്നത്. പിന്നെന്താണ്, അഹങ്കാരി. വമ്പ് പറച്ചിന് വേറെ, അഹങ്കാരം വേറെ. വമ്പ് പറയത്തില്ലെങ്കിലും അഹങ്കാരികളായിരിക്കാൻ കഴിയും. ദൂഷകന്മാർ. എവിടെ ഒരു കുറ്റം കണ്ടുപിടിക്കാണ്ടിരിക്കുക. ഈ കൂട്ടായ്മയിലും കുറ്റം കണ്ടുപിടിക്കാൻ അനേകരിപ്പുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ അതേ ഉള്ളൂ. ഈ പ്രസംഗിക്കുന്ന ആളുടെ കുറ്റം എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും, ആരാധിക്കുന്നവരുടെ കുറ്റം എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും, മത്തായി സാറിന്റെ കുറ്റം എന്തെല്ലാം, എവിടെയൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, അതൊക്കെയാണ് മനുഷ്യർ ശ്രമിക്കുക. ഇത് ലോകത്തിന്റെ സ്വഭാവം, ശത്രുവിന്റെ സ്വഭാവമാണ്. അതിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. കർത്താവ് ആരുടെയും കുറ്റം കണ്ടുപിടിപ്പാൻ എനിക്ക് ഇടവരുത്. ചില ഭക്തരായുള്ള ദേവദാസന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്, ഇവിടെ വരുന്നവരാരും ഒരാളുടെ അസാന്നിധ്യത്തിൽ ആരുടെ കുറ്റം പറയരുത്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ആരുടെയും കുറ്റം കണ്ടുപിടിക്കുവാനല്ല എന്നെ നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നത്. പിശാചിന്റെ ഏറ്റവും വലിയ സ്വഭാവങ്ങൾ ഒന്നാണ്, അവൻ അക്യൂസറാണ്. ദൈവസന്നിധിയിൽ എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെ. മോശയുടെ കുറ്റം
സകലരുടെയും കുറ്റം. അതുകൊണ്ട് കർത്താവിനെയും പരീക്ഷിക്കാൻ നോക്കി, നീ സാക്ഷാൽ ദൈവപുത്രനാണോ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. കർത്താവിന് സംശയം വരുത്തുന്നവരാണ്. അതുകൊണ്ട് കുറ്റം പറയുന്നവരായി തീരും, ദൂഷകന്മാരായി തീരും. പിന്നെന്താണ്? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ഇത്രത്തോളം അനുസരണം കേട്ട ഒരു തലമുറ ലോകത്തിൽ ഉണ്ടായി കാണത്തില്ല. അപ്പനെ അമ്മയെ എന്തും പറയാൻ, എല്ലാ കുറ്റം അവരുടെ മേൽ ആരോപിക്കുവാനും, എന്ത് ചെയ്താലും അപ്പനെ അമ്മയുടെയും കുറ്റം പറയുന്ന എത്രയോ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പനെ അമ്മയെ നോക്കാത്തവര് ധാരാളം ഉണ്ടായിട്ട് അവരെ എവിടെയെങ്കിലും കൊണ്ട് തള്ളുന്നവര്, വാർദ്ധക്യത്തിലായിരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നരകിച്ചു കഴിയുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്താണ് വളരെ ശ്രേഷ്ഠമായി വളർത്തുകയും അവരുടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് കരുതി അവർക്ക് വേണ്ടി എല്ലാം കരുതിയ മാതാപിതാക്കളെ മറന്നു കളയുന്ന കുഞ്ഞുങ്ങൾ. പിന്നെ എന്താണ്? നന്ദി കെട്ടവർ. നന്ദി എന്ന് പറയുന്നത് ഇന്നില്ല. ഹല്ലേലൂയ. നന്ദിയുണ്ടോ? ഒരു നന്ദി, ഒരു താങ്ക്സ് പറയാൻ എന്തൊരു വിലയാണെന്നറിയാവോ? താങ്ക്സ് പറയണം. നന്ദി, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിത്തീരണം. നന്ദിയുള്ള ഒരു ഹൃദയം നാം ദൈവത്തോട് ചോദിക്കണം. ഏത് കാര്യത്തിനും സ്തോത്രം കരയേറ്റണം. സ്തോത്രം എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദി കരയേറ്റുകയാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നന്ദിയുടെ സൂചകമായിട്ട് വേണം ദൈവത്തെ സ്തുതിപ്പാൻ തക്കണം. അതുകൊണ്ട് നന്ദി കേട്ടോ. പിന്നെ എന്താണ്? അശുദ്ധര്. ഇതുപോലെ അശുദ്ധരായിട്ടുള്ള ഒരു തലമുറ ഉണ്ടായിട്ടില്ല. അശുദ്ധി എന്താണെന്ന് തിരിച്ചറിയാൻ എല്ലാം അങ്ങ് സമയം, എന്തും ആകാം, എങ്ങനെയും ആകാം, ഏത് പാപവും. അതുപോലെ തന്നെ എന്താണ്? ഇന്നത്തെ മീഡിയയിൽ കൂടെ, മൊബൈൽ ഫോണിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും തങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണിലാ. ആരും കാണത്തില്ല. ഇത്രയുള്ള ഒരു സാധനത്തിനകത്തൂടെ കണ്ണിൽ കൂടെ വേണ്ടാത്തതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് ഓർത്തോണം, മോഹം ഗർഭം ധരിക്കുന്ന പാപത്തെ പ്രസവിക്കുന്നു. കൺമോഹം ഉണ്ടാകരുത്. നമ്മുടെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്യണം. വേണ്ടാത്ത കാഴ്ചകളൊക്കെ വരാം. ഈ ജഡമോഹം എന്ന് പറയുന്നത് 90 വയസ്സുള്ളത് 100 വയസ്സുള്ളവരുടെ ഉള്ളത്തിൽ കടന്നു വരാം. വേണ്ടാത്ത നോക്കരുത്. ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെയാണെന്ന് യോബ് പറയുന്നു. അതുകൊണ്ട് അതിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. അശുദ്ധരായിത്തീരരുത്. അശുദ്ധി പലതരത്തിലാണ്. അതുകൊണ്ട് അശുദ്ധിയിൽ നിന്നുള്ള വിടുതൽ. പിന്നെന്താണ്? വാത്സല്യമില്ലാത്തവർ, കനിവ് ഇണങ്ങാത്തവര്, ഏഷണിക്കാര്. അവിടെ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്തിനാ ഈ ലിസ്റ്റൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്? ഇതെല്ലാം ചുമ്മാതെ വായിച്ചു പോകാൻ, ഇന്നതാണെന്ന് മനസ്സിലാക്കാനല്ല. എന്നിൽ അതുണ്ടോ? വാത്സല്യമില്ലായ്മയുണ്ടോ? ഇണങ്ങാത്തവരാണോ? ഏഷണി പറയുന്നവരാണോ? ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്? അവിടെ തകർച്ചയാണ്. യേശുക്രിസ്തു പാപം ചെയ്യാത്തവനാണ്. നോട്ടത്തിൽ പോലും പാപം ചെയ്തിട്ടില്ല. നോട്ടത്തിൽ പാപം വരരുത്, ചിന്തയിൽ പാപം വരരുത്. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവരായിട്ട് അജിതേന്ദ്രിയന്മാര്, ഉഗ്രന്മാര്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ സംഭവമാണ്. അമ്മയെ കൊല്ലാനും അപ്പനെ കൊല്ലാനും മക്കളെ കൊല്ലാനും ചതിക്കുവാനും മോഷ്ടിക്കുവാനും ഒരു മടിയില്ലാത്ത, ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുപോലെ ഞാനും നിങ്ങളും ആയിത്തരും. ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും. നല്ല കാര്യം ഇഷ്ടമേ അല്ല, സൽഗുണ ഇഷ്ടമേ അല്ല. നന്മ പ്രവർത്തിക്കുന്നവരുടെ കാലം എത്ര മനോഹരം ദൈവനും പറയുന്നുണ്ട്. സുവിശേഷം അറിയിക്കുന്നവരുടെ കാലം. ഹല്ലേലൂയ. എന്നാൽ ഓർത്തുകൊള്ളണം, അനേകരും ഈ സൽഗുണ ദ്വേഷികളാ. ദൈവമക്കളെ ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം പറയാൻ ശ്രമിക്കുന്നവരാണ്. എവിടെ കുറ്റം കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിക്കും. സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി. പിന്നെന്താണ്? ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച്. ഇന്ന് ഭക്തരാ, എല്ലായിടത്തും ഭക്തിയാ. എല്ലാ സഭയിൽ ഇന്ന് സഭകളോടാണ് ഭക്തി, ആചാരങ്ങളോടാണ് ഭക്തി. സഭയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിണക്കവാ. സഭയിലുള്ളതായ ആചാര അനുഷ്ഠാനങ്ങൾ, ദൈവവചനത്തിൽ ഇല്ലാത്ത പല ചടങ്ങുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സകല സഭകളും. കർത്താവിനെ മാറ്റിവെച്ച് ബാക്കിയുള്ളത് എല്ലാം ഉണ്ട് എല്ലായിടങ്ങളിലും ഇന്ന് നടക്കുന്ന. കാരണം പിശാചങ്ങ് അങ്ങ് അതിക്രമിച്ച് കടന്നിരിക്കുക. ആദിമ നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ചു. ചെന്നായ്ക്കൾ, ഹല്ലേലൂയ, കൊടിയ ചെന്നായ്ക്കൾ കടന്നു വരും ഭാവി കാലത്തെന്ന് പറഞ്ഞു. ഇന്ന് ചെന്നായ്ക്കളുടെ സഭകളാണ് ഒരുവിധപ്പെട്ടതെല്ലാം. ശരിയല്ലേ? കാരണം ദൈവ സ്വഭാവമില്ലാത്തവർ, കുഞ്ഞാടിന്റെ സ്വഭാവമില്ലാത്ത എല്ലാം ചെന്നായുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അതിന്റെയൊക്കെ മധ്യത്തിൽ നമ്മളായിരിക്കുന്നത്. ഒരു സഭ വിട്ട് വേറത്തോട്ട് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇല്ല, അക്കരെ പച്ച പോലെയാണ്. ദൈവം നിന്നെ ആക്കിയിരിക്കുന്നിടത്ത്, ഹല്ലേലൂയ, അവിടെ ആയിരിക്കുക. അവിടെ ഒരു വിളക്കായി തീരുക. അവിടുത്തെ ഇരുട്ട് മാറ്റുവാനായിട്ട് ദൈവ പരിജ്ഞാനം കൊണ്ട് നിറയുക. ജനത്തിനു വേണ്ടി ഇടിവ് നിൽക്കുക. കർത്താവ് വന്നത് പാപികളെ തേടിയാ വന്നത്, നീതിമാന്മാരെ തേടിയല്ല വന്നത്. അതിന്റെ അർത്ഥം നീതിമാരെ തള്ളിക്കളഞ്ഞതല്ല. നീതിമാന്മാർ തന്നോട് കൂടെ ഉണ്ട്. എന്നാൽ പാപികളെ തേടി വന്നവനായ കർത്താവ് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവദ്വേഷികളായിട്ടുള്ള, പാപികളായിട്ടുള്ള അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് രേഖപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് അത് വിട്ട് ഒഴിഞ്ഞവരായി ഞാനും നിങ്ങളും തീരണം. ഹല്ലേലൂയ. മൂന്നാമതായി നാം കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ ഓഫ് മെൻ. ഈ അന്ത്യകാലത്തിന്റെ വലിയൊരു ലക്ഷണമാണ്
എന്താണ്? മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുക. യെശയ്യാപ്രവചനം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളിച്ചെന്ന് ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ദൈവത്തോട് മത്സരിച്ചിരിക്കുക. ചേഞ്ച് ഇൻ ക്യാരക്ടർ, എല്ലായിടത്തും മത്സരമാണ്. മനുഷ്യന്റെ സ്വഭാവത്തിനാകെ മാറ്റം വന്നിരിക്കുക. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുക, കാളനന്റെ ഉടവനെയും കഴുതന്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. സ്വഭാവത്തിന് മാറ്റം. ആ അധ്യായം മുഴുവനും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്താ കാര്യം? അടിക്കുന്നത് നിർത്തി. നമുക്കറിയാമല്ലോ, ചില മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ അടിക്കും. പക്ഷെ ഈ അടിച്ചാൽ ചില പിള്ളേർക്ക് ഒരു സ്വഭാവമുണ്ട്, അടിക്കാൻ പറയുമ്പോൾ കുറച്ചുകൂടെ അടിച്ചോളാൻ പറയും. അങ്ങനെയുള്ളവരെ അടിച്ചോണ്ട് നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. അവരെങ്ങനെയെങ്കിലും പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുക ചെയ്യുന്നു. കർത്താവ് അങ്ങനെ പറയുക, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്തോ കാര്യമാണ്? ഓരോ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുക. ജലപ്രളയം വരുന്നു, പിന്നെ എന്താണ്, കൊറോണ വരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ കൂടെ ദേശത്തോടും വ്യക്തികളോടും ജീവിതത്തിൽ ഒരു രോഗം വരുത്തുന്നു, ചിലപ്പോൾ ക്യാൻസർ വരുത്തുന്നു. ഇതൊക്കെ എന്താണ്? ഒരു അടിയാ. അത് ദൈവമക്കളുടെ ജീവിതത്തിലും അടിയായിട്ടും വരും, ശോധനയായിട്ടും വരും. ഹല്ലേലൂയ. എന്നാൽ അടിച്ചിട്ട് എന്തോ കാര്യം? ഇതൊന്നും അവൻ മനസ്സിലാക്കുന്നില്ല, അവൾ മനസ്സിലാക്കുന്നില്ല. സാമ്പത്തിക ഞെരുക്കം, ജോലി നഷ്ടപ്പെടുന്നു, സംഭവങ്ങൾ നടക്കുന്നു. പക്ഷെ ഇതൊക്കെ ദൈവത്തിന്റെ കരമാണ്. ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായി. കർത്താവേ, ഞാൻ എവിടെയാണ് ഞാൻ കറക്റ്റഡ് ആയി തീരേണ്ടതെന്ന് പ്രാർത്ഥിക്കണം. അല്ലാത്തവരോട് പറ്റി പറയുന്നത്, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് കാര്യം? ഹല്ലേലൂയ. നിങ്ങൾ അധികം പിന്മാറത്തേ ഉള്ളൂ. തല മുഴുവൻ ദീനമാ, ചിന്താഗതിയിൽ മുഴുവൻ ദീനമേ ഉള്ളൂ. നേരെ ചൊവ്വയെ കേൾക്കത്തില്ല. ദൈവവചനം പറയുന്നത് കേട്ടാൽ അതിലേക്ക് ശ്രദ്ധ പോകത്തില്ല, വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. തല മുഴുവനും ദീനമാ. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ തല മുഴുവനും ദീനമാണ്. ഇന്ന് സമൂഹത്തിന് തല മുഴുവനും ദീനമാണ്. അതുകൊണ്ടല്ലയോ നല്ല സുവിശേഷമായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ഇത് വേണ്ട, എല്ലാവരും ഓടിച്ചു കളയുന്നത്. ഇന്ന് അറിയാം, എന്താണ്, പല UP-യിലൊക്കെ ഇന്ന് ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് റെന്റിന് ഒരു റൂം കിട്ടാൻ പോലും പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം അവിടെ ശുശ്രൂഷ ചെയ്ത ദാസം പറഞ്ഞ, കാരണം ക്രിസ്ത്യാനി എന്ന് അറിഞ്ഞാൽ അവർക്ക് റെന്റിന് പോലും സ്ഥലം കൊടുക്കത്തില്ല. കാരണം തല മുഴുവനും ദീനമാണ്. അവർക്കൊരു പുതിയതായിട്ടുള്ള കാര്യത്തെ അംഗീകരിക്കാനോ രക്ഷയുടെ സുവിശേഷം കേൾക്കുവാൻ കഴിയാതോണം തലയിലാണ് ശത്രു പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവെ, എന്റെ തലയെ ശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിക്കണം. തല മുഴുവനും ദീനമാ. ഹല്ലേലൂയ. ഹൃദയം, പിന്നെ തല കഴിഞ്ഞാൽ പിന്നെ ഹൃദയമാണ്. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുക. അടി തൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല. കർത്താവ് പറയുക, നമ്മൾ ചെല്ലൊക്കെ പറയുമല്ലോ, നമ്മളൊക്കെ വിളിച്ചാൽ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ പറയും, അയ്യോ എനിക്ക് വലിയ പ്രയാസം. എന്താ ചോദിച്ചാൽ, അയ്യോ കുഞ്ഞെ, അടി തൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല. പ്രാക്ടിക്കലായിട്ട് കർത്താവ് പിതാവായ ദൈവം അത് കണ്ടുകൊണ്ട് പറയുകയാണ്, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. അവരുടെ ശരീരത്തെ പറ്റിയല്ല പറയുന്നത്, അവരുടെ ജീവിതത്തിൽ എല്ലാം അഴുക്ക് നിറഞ്ഞിരിക്കുക, മുറിവേറ്റിരിക്കുക. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ബാക്കിയുള്ള ഭാഗമെല്ലാം നമുക്കറിയാം. ഹല്ലേലൂയ. വായിപ്പാൻ സമയമില്ലല്ലോ. ദൈവത്തിന്റെ വചനം അത് എന്നിട്ട് പറയും, നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ, തിന്മ ചെയ്യുന്നതും മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവീൻ, അനാഥിന് ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ച്, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിന്റെ നന്മ അനുസരിക്കും. മറുത്തു മത്സരിക്കുന്നു എങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയല്ലോ അരുളിച്ച്. അതുകൊണ്ട് ദൈവം തന്നെ പറയുകയാണ്. എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനങ്ങൾ. ഇതൊക്കെ നമ്മൾ ആഴമായി മനസ്സിലാക്കി, അത് വെറുതെ വായിക്കാനും മനസ്സിലാക്കാനും മാത്രമുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ അതുമായിട്ട് നാം അത് താതാത്മ്യം പ്രാപിക്കണം, നമ്മെ തന്നെ കറക്റ്റ് ചെയ്യണം. അതുകൊണ്ട് സമകാലിക സംഭവങ്ങൾ ഞാനും നിങ്ങളും അറിയാത്തവരായിത്തീരും. ഇതിന്റെയൊക്കെ കൺക്ലൂഷൻ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങി വെച്ചു. ഒന്നാമത്, ഭയപ്പെടേണ്ട. ഇതേ യെശയ്യാവിന്റെ 1-ാം അധ്യായത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. മനുഷ്യൻ തെറ്റിപ്പോയതായ കാര്യങ്ങൾ. എന്നാൽ അതിന്റെ 41-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് പറയുന്നത്, എന്താണ്? ഈ ദൈവം കരുണയുള്ളവനാണ്. മനുഷ്യന്റെ തെറ്റുകളെ കണ്ടിട്ട് അവൻ മടങ്ങി വരാൻ പറഞ്ഞു വെച്ച് എന്താണ് പറയുന്നത്? നീ ഭയപ്പെടേണ്ട. 41-ാം അധ്യായം 10 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടരുത്. കർത്താവ് എപ്പോഴും പറയുന്നതാണ് ഭയപ്പെടേണ്ട. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭയപ്പാടാണ്. ഇന്നിവിടെ ആയിരിക്കുന്നവർ എത്ര പേര് ഭയമില്ലാത്തവരുണ്ടെന്ന് അവരവരെ തന്നെ ശോധന ചെയ്യണം.
കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന സകലോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ കൂടെ സംസാരിക്കുന്നു. മകനെ, നീ ഭയപ്പെടേണ്ട. കാര്യം എന്താണ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ച് നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. അതുകൊണ്ട് ഈ വിഷയത്തിന് മേലെല്ലാം ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചുറ്റുപാടുകളെല്ലാം നമ്മെ ഭ്രമിപ്പിക്കുന്നതാണ്, വല്ലാതെ ഭ്രമിപ്പിക്കുന്നതാണ്. കാലഘട്ടത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ സമാധാനമുള്ളവരായി തീരണം. കർത്താവ് പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന പോലെയല്ല. ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയാത്ത, എല്ലാ ബുദ്ധിക്കും അപ്പുറമായ, സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനമാണ്. അതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്നവർ ഇന്ന് സമാധാനത്തോടെ ആയിത്തീരണം. ഇന്നത്തെ ദിവസം സമാധാനമായി തീരട്ടെ. സമാധാനം ആശംസിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്നിൽ സംബന്ധിക്കുന്നവർക്ക് ദൈവത്തിന്റെ സമാധാനം കടന്നു വരുമാറാകട്ടെ. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ശപിക്കാതെ അനുഗ്രഹിക്കണം. നമുക്ക് ദോഷം ചെയ്യുന്നവർക്കും ഒരു തിന്മയും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അത് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നത് കുടിക്കുവാൻ കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നാം ദൈവത്തിന്റെ മക്കളെന്നായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് എല്ലാ കയ്പും എല്ലാം മാറിപ്പോകട്ടെ. കർത്താവ് എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ഇന്നത്തെ ദിവസം ഒരു അത്ഭുതത്തിന്റെ ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും അങ്ങനെ വേണം. ഹല്ലേലൂയ. ഇനി എന്താണ്? ഭയം പൂർണ്ണമായി മാറണം. യിരെമ്യാ പ്രവചനം 46:28 വാക്യത്തിൽ പറയുന്നു, എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടണം. അതുകൊണ്ട് ആദ്യം നമ്മെ വിളിക്കുന്ന ദൈവത്തിന്റെ ദാസൻ, ദാസി എന്നാണ്. ഞാനും നിങ്ങൾ ദൈവത്തിന്റെ ദാസനും ദാസിയായി തീരുമ്പോൾ ദൈവമക്കളോടാണ് ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട. ലോകമക്കൾക്ക് അത് പ്രാപിപ്പാൻ കഴിയില്ല. അല്ലെങ്കിൽ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉള്ളത് ദൈവമക്കളോടുകൂടെ. അതുകൊണ്ട് ഞാനും നിങ്ങൾ എന്തായിത്തീരണം? ദൈവത്തിന്റെ ദാസന്മാരും ദാസികളായി തീരണം. ഇന്ന് അവരവരെ ശോധന ചെയ്യണം. 202 ഡിവൈസിൽ കൂടെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ നിമിഷം അതും ഇതും ചെയ്തുകൊണ്ട്, അടുക്കളക്കാര്യം ചെയ്തുകൊണ്ട്, വീഡിയോ ഓഫ് ചെയ്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനല്ല. ഇന്ന് നിങ്ങളോടുള്ള ദൈവത്തിന്റെ വചനമാണ്. എന്റെ ദാസനായ, പേര് അവരവരുടെ പേര് പറയുക, എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഇന്ന് പൽക്കാലം ഭയപ്പെടേണ്ട എന്നുള്ള ദൈവശബ്ദം നിങ്ങളുടെ അടുക്കൽ മുഴങ്ങുകയാണ്. ലോക സംഭവങ്ങൾ വല്ലാതെ ആയിത്തീരുക. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചെന്ന് വരാം. സകല കഷ്ടങ്ങൾ ലോകത്തിൽ വന്നെന്ന് വരാം. ദൈവജനത്തിന് ഒരു വാഗ്ദത്തമുണ്ട്. അതാണ് മഹാ ഉപദ്രവ കാലത്തിന് മുൻപ് കർത്താവ് നമ്മെ രക്ഷിക്കും. നീതിമാനെ കഷ്ടത്തിൽ കൂടെ കടന്നുകൊണ്ട് പോവുകയില്ല. ലോക സംഭവങ്ങളുടെ മധ്യത്തിൽ രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് അതിന്റെ ദൈവജനത്തിന്റെ ഉൾപ്രാപണം ഇതൊക്കെ നടക്കുന്ന കാണുമ്പോൾ എന്താണ്? നമ്മുടെ തലകളെ ഉയർത്തണം. നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുക. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരാൻ പോവുക. ഏത് സമയത്തും വരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഉണർന്നും ജാഗരിച്ചു കൊണ്ടിരിക്കുക, എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക. ആ കർത്താവ് പഴയ നിയമത്തിൽ സംസാരിക്കുന്നു. എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. നോക്കണം, ഇസ്രായേലിനോട് പറയുക, അവരെ എല്ലായിടത്തും ചിതറിച്ചു. ആ ജാതികളെ മുടിച്ചു കളയുമെന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും. നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ ദൈവം കാക്കും. എന്നാൽ തെറ്റ് ചെയ്യുന്ന ദൈവമക്കൾക്ക് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ദൈവമക്കളായി ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്നു. അതുകൊണ്ട് യാക്കോബിന്, ഇസ്രായേലിന് ദൈവത്തിന്റെ ന്യായവിധി വന്നു. എന്നാൽ അവരെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല. ഇന്ന് നമ്മെ പൂർണ്ണമായി തള്ളിക്കളയാതെ ഡിവൈസിന്റെ മുൻപിൽ ഇരുത്തിയത് ദൈവമാണ്. ദൈവസേനയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ, ദൈവത്തിലുള്ള ആശ്രയം നമ്മിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ സമയം തീരുകയാണല്ലോ. ഹല്ലേലൂയ. രണ്ടാമതായി ബാക്കി നാളെ നമുക്ക് തുടരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹങ്ങളെ തരട്ടെ. രണ്ടാമതായി നാം വായിക്കുന്നത്, ട്രസ്റ്റ് ഇൻ ഗോഡ് ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം പോരാ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. യെശയ്യാ പ്രവചനം 26-ാം 3-4 വാക്യത്തിൽ വായിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഇന്ന് ഇതിൽ നിന്ന് കടന്നു പോകുന്നവർ പൂർണ്ണ സമാധാനത്തോടെ ആയിത്തീരണം. അത് ഇന്ന് മാത്രമല്ല, നിത്യത വരെയും നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ ഏത് നിമിഷവും
എന്തെല്ലാം സംഭവിച്ചാലും പൂർണ്ണ സമാധാനത്തിലായിത്തീരും. കാരണം എന്താണ്? സ്ഥിരമാനസരായി. അതാണ് നമുക്ക് ആവശ്യം. പൂർണ്ണമായിട്ടുള്ള സ്ഥിരമാനസത വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യു വിൽ കീപ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് whose mind is stayed on you. നമ്മുടെ മനസ്സ് മുഴുവൻ കർത്താവിൽ ആശ്രയിച്ചാൽ അങ്ങനെ വേണം, സ്ഥിരമാനസരായി തീരണം. Because you trust in the Lord forever, for in the Lord is everlasting strength. Hallelujah. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം വെപ്പീൻ. അതുകൊണ്ട് ആ തീരുമാനത്തോടെ ഇന്ന് നമുക്ക് ഭവനങ്ങളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക് കടന്നു പോകാം. യഹോവയിൽ എന്നേക്കും ആശ്രയം വെക്കാം. ലോക സംഭവങ്ങളെ കണ്ടിട്ടില്ലാത്തവരൊന്നും കേട്ടിട്ടില്ലാത്തവരൊന്നും ഉള്ള രീതിയിലായിത്തീരുത്. എല്ലാം തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് ഇതിന്റെ മധ്യത്തിൽ കാക്കണമേ, നിന്റെ ജനത്തെ കാക്കണമേ, എന്നെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്ഥിരമാനസരായിട്ട് യഹോവയിൽ ആശ്രയം വെക്കാം. പൂർണ്ണ സമാധാനം ദൈവം തരും. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം മാത്രമല്ല, യഹോവയിൽ എന്നേക്കും ആശ്രയം വെപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് എന്ന വചനത്തിനായി സ്തോത്രം. ഈ അല്പസമയത്തുള്ള വചനത്തിൽ കൂടെ നിന്റെ മക്കളോട് അവിടുന്ന് ഇടപെടണമേ. ഇടപെട്ടിരിക്കുന്നെന്ന് അവിടുന്ന് കർത്താവ് വെളിപ്പെടുത്തണമേ. സകലർക്കും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും അഭിഷേകത്തിന്റെയും പുതിയ കൃപയുടെയും ദിവസമാക്കി തീർക്കണം. അവിടുത്തെ നാമത്തിൽ നിന്റെ മക്കളെ, അവരുടെ കുടുംബങ്ങളെയും അവർക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കുന്നു. നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിച്ചവരായി തീരട്ടെ. ശാശ്വത പാറയായ അങ്ങയിൽ എന്നേക്കും ആശ്രയിപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.